ആസ്ട്രോണമി എന്ന പ്രമുഖ സ്ഥാപനത്തിലെ മുൻ ഉന്നത ഉദ്യോഗസ്ഥ ക്രിസ്ത്യൻ കബോട്ടും ആ കമ്പനിയുടെ മുൻ ചീഫ് എക്സിക്യൂട്ടീവായ ആന്റി ബൈറോണും ഉൾപ്പെട്ട വിവാദപരമായ സംഭവ വികാസങ്ങൾ കോർപ്പറേറ്റ് ലോകത്തും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. 2025 ജൂലൈയിൽ നടന്ന ഒരു കോൾഡ് പ്ലേ സംഗീത പരിപാടിക്കിടെ അപ്രതീക്ഷിതമായി ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ ഒരു നിമിഷം എപ്രകാരമാണ് രണ്ട് വ്യക്തികളുടെ ജീവിതത്തെയും കരിയറിനെയും മാറ്റിമറിച്ചത് എന്നതിന്റെ നേർചിത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോക പ്രശസ്ത അവതാരക ഓപ്ര വിൻഫ്രിയുമായുള്ള വികാരാധീനമായ ഒരു അഭിമുഖത്തിലാണ് ക്രിസ്ത്യൻ കബോട്ട് താൻ നേരിട്ട വഞ്ചനയെക്കുറിച്ചും കബളിപ്പിക്കലിനെക്കുറിച്ചും ആദ്യമായി പരസ്യമായി സംസാരിച്ചത്. ഈ സംഭവം കേവലം ഒരു പ്രണയബന്ധത്തിന്റെ തകർച്ച എന്നതിലുപരി ഒരു പ്രമുഖ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും ധാർമ്മികതയും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. 53-കാരിയായ ക്രിസ്ത്യൻ കബോട്ട് ആസ്ട്രോണമിയിൽ ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിന്റെ അമരത്തിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളുടെ തുടക്കം. തന്റെ സഹപ്രവർത്തകനും മേധാവിയുമായ ആന്റി ബൈറോണുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സമയത്ത് അദ്ദേഹം തന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് നൽകിയ വിവരങ്ങൾ പൂർണ്ണമായി തെറ്റായിരുന്നുവെന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയുന്നു. ആന്റി ബൈറോൺ തന്റെ പങ്കാളിയുമായി വേർപിരിയൽ നടപടികളിലാണെന്നും ഔദ്യോഗികമായി ബന്ധം വേർപ്പെടുത്താൻ ഒരുങ്ങുകയാണെന്നുമാണ് ക്രിസ്ത്യനെ വിശ്വസിപ്പിച്ചിരുന്നത്. സ്വന്തം ജീവിതത്തിലും ഒരു വിവാഹമോചനത്തിന്റെ കഠിനമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ക്രിസ്ത്യൻ അക്കാലത്ത്. സമാനമായ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളെന്ന നിലയിൽ ആന്റിയോടുള്ള വിശ്വാസം വർദ്ധിക്കുകയും അത് ആഴത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് നയിക്കുകയുമായിരുന്നു. സത്യസന്ധതയ്ക്കും മൂല്യങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന ഒരാളെന്ന നിലയിൽ താൻ പൂർണ്ണമായും അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നുവെന്ന് അവർ അഭിമുഖത്തിൽ ആവർത്തിച്ചു പറയുന്നു. എന്നാൽ 2025 ജൂലൈയിൽ ലണ്ടനിൽ നടന്ന കോൾഡ് പ്ലേ കൺസോൾട്ടിനിടെ നടന്ന സംഭവം എല്ലാം കീഴ്മേൽ മറിച്ചു. സംഗീത പരിപാടികൾക്കിടയിൽ കാണികൾക്കിടയിലെ പ്രണയ ജോഡികളെ ബിസ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന കിസ് ക്യാം എന്ന വിനോദത്തിനിടെ ക്യാമറ അപ്രതീക്ഷിതമായി ക്രിസ്ത്യനിലേക്കും ആന്റണിയിലേക്കും തിരിഞ്ഞു. ഒരു പ്രണയ നിമിഷത്തിൽ മുഴുകിയിരുന്ന ഇരുവരും സ്റ്റേജിലെ ബിസ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടതോടെ പെട്ടെന്ന് തന്നെ അസ്വസ്ഥരായി. ക്രിസ്ത്യൻ തന്റെ മുഖം കൈകൾ കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ആന്റി ബൈറോൺ ക്യാമറയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വെപ്രാളപ്പെടുന്നത് അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകൾ കണ്ടു. ഈ ദൃശ്യങ്ങൾക്കൊപ്പം കോൾഡ് പ്ലേയിലെ മുഖ്യ ഗായകൻ ക്രിസ് മാർട്ടിൻ നടത്തിയ പരാമർശം കൂടി ചേർന്നപ്പോൾ അത് ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു വൈറൽ വാർത്തയായി മാറി. ഒന്നുകിൽ അവർ രഹസ്യബന്ധത്തിലാണ്, അല്ലെങ്കിൽ അവർക്ക് വലിയ നാണമാണ് എന്ന ക്രിസ് മാർട്ടിന്റെ കമന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാട്ടുതീ പോലെ പടർന്നു. സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെ ക്രിസ്ത്യന്റെ വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും കടുത്ത പ്രതിസന്ധിയിലായി. കോർപ്പറേറ്റ് ലോകത്തെ മാന്യതയ്ക്ക് നിരക്കാത്ത പെരുമാറ്റം എന്ന നിലയിൽ ആസ്ട്രോണമി അധികൃതർ ഇതിനെ കാണുകയും തുടർന്നുണ്ടായ ആഭ്യന്തര അന്വേഷണങ്ങൾക്കൊടുവിൽ ക്രിസ്ത്യന് തന്റെ ജോലി നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ ആ ഘട്ടത്തിൽ താൻ പ്രണയിച്ചിരുന്ന വ്യക്തി തന്നോട് കാണിച്ച വലിയ വഞ്ചന അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് 2025 അവസാന മാസങ്ങളിൽ നടത്തിയ അന്വേഷണങ്ങളിലൂടെയാണ് ആന്റി ബൈറോൺ തന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പലതും വസ്തുതാ വിരുദ്ധമാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്റെ പങ്കാളിയുമായി വേർപിരിഞ്ഞിരുന്നില്ലെന്നും തന്നെ ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നുവെന്നും തിരിച്ചറിഞ്ഞ നിമിഷം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതമായിരുന്നുവെന്ന് ക്രിസ്ത്യൻ ഓപ്രയോട് വെളിപ്പെടുത്തി. സത്യസന്ധതയില്ലാത്ത ഒരാളുമായി യാതൊരു ബന്ധവും തുടരാൻ സാധിക്കില്ലെന്ന കർശന നിലപാടെടുത്ത അവർ 2025 ഒക്ടോബറോടെ അദ്ദേഹവുമായുള്ള എല്ലാ ആശയവിനിമയം പൂർണ്ണമായും നിർത്തിവെച്ചു. തന്റെ വേദനയെയും സ്വകാര്യതയെയും ലോകമെമ്പാടുമുള്ള ടെക് കമ്പനികളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ലാഭത്തിനു വേണ്ടി ചൂഷണം ചെയ്തുവെന്ന വലിയൊരു ആരോപണവും ക്രിസ്ത്യൻ ഉയർത്തുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കുന്ന ദൃശ്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുന്നതിലൂടെ ഈ കമ്പനികൾ പരസ്യ വരുമാനം നേടുകയാണെന്നും അത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും അവർ പറഞ്ഞു. അനാവശ്യമായ ഓൺലൈൻ ചർച്ചകളും പരിഹാസങ്ങളും തന്നെ മാനസികമായി ഏറെ തളർത്തിയെങ്കിലും ഇപ്പോൾ സത്യലോകത്തോട് തുറന്നു പറയാൻ സാധിച്ചത് അവർക്ക് വലിയ ആശ്വാസമുണ്ട്. ആന്റി ബൈറോണിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും തനിക്ക് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചത് തികച്ചും വ്യാജമായ ഒരു വ്യക്തിത്വമായിരുന്നുവെന്ന് അവർ ഉറച്ചു പറയുന്നു. തനിക്ക് നേരിട്ട അനീതിക്കെതിരെ പോരാടാൻ ഉറച്ച ക്രിസ്ത്യൻ കബോട്ട് ഇപ്പോൾ തന്റെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പാഠമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കോർപ്പറേറ്റ് തലപ്പത്തിരിക്കുന്നവർ നടത്തുന്ന ഇത്തരം വ്യക്തിപരമായ ചതിക്കുഴികൾ പലപ്പോഴും സാധാരണക്കാരായ ജീവനക്കാരുടെ ജീവിതം എങ്ങനെ തകർക്കുന്നു എന്നതിലേക്ക് ഈ സംഭവം വിരൽ